ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമില്ലാത്തവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദെൻ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നാളെ ആരും അൺസബ്സ്ക്രൈബ് ചെയ്യരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം നെക്സ്റ്റ് ലൈക്ക് വെറൈറ്റി കൈൻഡ് ഓഫ് വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. ഇത് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ എനിക്ക് 50 പൗണ്ട് ലൈക്ക് 50 പൗണ്ടും കൂടി ആളെൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നിട്ട് പറഞ്ഞു. ഹലോ ഗായ്സ്, അപ്പം ഇന്ന് എനിക്കൊരു ഓഫ് ആയിട്ടുള്ള ലൈക്ക് ഇന്ന് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഐ തോട്ട് എനിക്കിന്ന് പള്ളിയിലൊക്കെ പോവാം. അങ്ങനെ പള്ളിയിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു പാർക്കിൽ വന്നിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ലൈക്ക് നമുക്കിവിടെ എല്ലാവർക്കും ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായി കാണും. ലൈക്ക് ഇപ്പോൾ UK വന്നിട്ട് എനിക്ക് ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഹാപ്പി മൊമെൻറ്റ്സും അതേപോലെ ലൈക്ക് സങ്കടമുള്ള കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളും ലൈക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈക്ക് ഹാപ്പി മൊമെൻറ്റ്സ് ആണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, UK വന്നിട്ട് എനിക്ക് പാർട്ട് ടൈം ആയിട്ട് എനിക്ക് എങ്ങനെയാണ് ജോബ് കിട്ടിയത് ആദ്യമായിട്ട് ലൈക്ക് സ്റ്റുഡൻ്റായി വന്ന ടൈമിൽ. അത് വളരെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആ ഒരു ഇൻസിഡൻറ്റും ആ ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പം നമുക്കിവിടെ ഇപ്പോൾ പാർട്ട് ടൈം ജോബ് ഇവിടെ കിട്ടാൻ വളരെ ലൈക്ക് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം എല്ലാ സ്ഥലങ്ങളിലും ജോബിന് വേണ്ടി ആൾക്കാരൊക്കെ കയറി ചെയ്തുകൊണ്ട് ഡിഫിക്കൽട്ടായിരുന്നു. സോ ആദ്യത്തെ ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്ക് കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടിരുന്നു. ലൈക്ക് എല്ലാ സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്തു, അത് ചെയ്തു ഇത് ചെയ്തു. ലൈക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് നമുക്ക് 20 hours വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ 20 hours പോലും കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെ 1 or 2 weeks ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് ഇങ്ങനെ ഇരുന്ന് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ലൈക്ക് നമ്മൾ ഇറങ്ങണം, പുറത്തോട്ട് ഇറങ്ങി ചോദിച്ചേ പറ്റുള്ളൂ. കാരണം എന്ത് ജോബാണെങ്കിലും കുഴപ്പമില്ല. കാരണം സ്റ്റുഡൻ്റ് ആയിട്ടാണ്, പാർട്ട് ടൈം ആയിട്ട് ഏത് ജോലി ചെയ്യാനും നമ്മൾ റെഡിയാണ്. സോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ ഓരോ ഷോപ്പിൽ കയറി ലൈക്ക് ഓരോ സ്ഥലങ്ങളിൽ കയറി ചോദിക്കാൻ തുടങ്ങി. ഇവിടെ പാർട്ട് ടൈം ജോലി ഉണ്ടോ എന്തെങ്കിലും മതി. ലൈക്ക് എനിക്ക് ഇത്രയും കൂടി ഞാൻ ഇതിലും ചെറുതാണ് ആ സമയത്ത് കാണാനൊക്കെ. ലൈക്ക് വിൻ്റർ സീസൺ ആണ്. ലൈക്ക് ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ലൈക്ക് എന്നെ കണ്ടാൽ ചിലപ്പോൾ അവർക്ക് പണി തരാൻ തോന്നും, പക്ഷെ എവിടെയും ജോബ് വേക്കൻസീസ് ഇല്ല. സോ അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അങ്ങനെ ഒരു കടയിൽ കയറി ലൈക്ക് ഞാൻ അവിടെ ചോദിച്ചു ഇസ് ഇനി ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരും പറഞ്ഞു നോ, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. സഡൻലി എനിക്ക് അപ്പുറത്തു നിന്ന് തന്നെ ഒരാൾ ഹലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏതോ ഒരു മനുഷ്യൻ, ഞാനും ഹലോ പറഞ്ഞു. ഞാൻ ഹലോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു നീ എന്താ ചെയ്യുന്നത്, ലൈക്ക് പഠിക്കുവാണ്, എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച്. ഞാൻ പറഞ്ഞു ഞാനിവിടെ പഠിക്കാൻ വന്നതാണ് ആൻഡ് ദെൻ ഇപ്പം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുവാണ്, പാർട്ട് ടൈം ആണ്, 20 hours മതി എന്നൊക്കെ പറഞ്ഞു. അയാൾ എൻ്റെ അടുത്ത് ഉടനെ പറഞ്ഞു നീ നാളെ തൊട്ട് എൻ്റെ ഷോപ്പിലോട്ട് വാ. എനിക്ക് മനസ്സിലായില്ലായിരുന്നു കാരണം അയാളോടല്ല ഞാൻ ചോദിച്ചത്, വേറൊരാളോട് ചോദിച്ചപ്പം അത് കേട്ടിട്ട് ഇയാൾ എന്നോട് അയാളുടെ ഷോപ്പിലോട്ട് വരാൻ പറഞ്ഞു. ആൻഡ് ദെൻ അയാളുടെ കോൺടാക്ട് നമ്പർ എനിക്ക് തന്നു. ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞു ഇതുപോലെ എൻ്റെ കോൺടാക്ട് നമ്പർ ലൈക്ക് എല്ലാവരും നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടെ വന്നിട്ട് മേടിക്കും, പക്ഷേ ആദ്യം നമ്മളെ കോൺടാക്ട് ചെയ്യാറില്ല, വിളിക്കാറില്ല, ലൈക്ക് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് ഞാൻ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്തില്ല, ഹോപ്പ് കൊടുത്തില്ല. പക്ഷേ ഞാൻ അയാളോട് പറഞ്ഞു എല്ലാവരും ഇതുപോലെ നമ്പർ മേടിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു നീ എന്നെ കോൺടാക്ട് ചെയ്യ്. എന്നിട്ട് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഫൈനലി ഞാൻ അയാൾക്ക് മെസ്സേജ് അയച്ചു ലൈക്ക് ഞാൻ ഇന്ന് കണ്ട ആളാണ്, കാരണം നമുക്ക് ജോബ് വേണം, ഇവിടെ നമ്മൾക്ക് വേറെ വഴിയില്ല. ഒന്നിനും നമുക്ക് നാട്ടിൽ നിന്ന് പൈസ ചോദിച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല. നമ്മളിവിടെ വന്നും പോയി എല്ലാ കാര്യങ്ങളും ലൈക്ക് ഫീസും റെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. ഫൈനലി നെക്സ്റ്റ് ഡേ ഇറ്റ്സെൽഫ് ഞാൻ അയാളുടെ ലൈക്ക് ഷോപ്പും കാര്യങ്ങളും അയാൾ എനിക്ക് അഡ്രസ്സ് സെൻഡ് ചെയ്ത് തന്ന് ഞാൻ അയാളുടെ ഷോപ്പിലോട്ട് പോയി കഴിഞ്ഞിട്ടും എനിക്കിത് ബിലീവ് ചെയ്യണോ വേണ്ടേ. അങ്ങനെ സാധാരണ നമ്മൾ എല്ലാവരും ലൈക്ക് ചെന്ന ഉടനെ നമ്മളോട് പണിയെടുക്കാൻ പറയും കൂടുതൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ. പക്ഷേ ഇയാൾ എന്നോട് ഞാൻ ആ ഷോപ്പിലോട്ട് കയറിയിട്ട് ആദ്യം എന്നോട് ചോദിച്ച ഒരു കാര്യം വേറൊന്നല്ല. ആദ്യം എന്നോട് ചോദിച്ചത് നീ എന്തെങ്കിലും കഴിച്ചോ, ലൈക്ക് നീ ഫുഡ് എന്തെങ്കിലും കഴിച്ചോ. കാരണം നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നു, കാരണം നമ്മൾ ഫാമിലി ഇല്ല ഇവിടെ, നമ്മുടെ ആരും ഇല്ലാതെ നമ്മൾ ഓൾറെഡി കുറച്ച് സാഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അയാൾ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് വളരെ 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 ഹാപ്പിയായി. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നീ ഇവിടെ ഇരിക്കും. അയ്യോ മഴ പെയ്യാണ്, അപ്പം മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്, എന്നാൽ ഞാൻ പെട്ടെന്ന് പറയാം. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടെ ഇരിക്കുക. എന്നെ അവിടെ ഇരുത്തി അയാൾ പിന്നെ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് തന്നു. ലൈക്ക് തൊട്ടടുത്ത് തന്നെ അവിടെ പിസ്സ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് തന്നിട്ട് പറഞ്ഞു നീ ഫുഡ് കഴിക്കാൻ. തന്നെ എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. ജോബിനെ പറ്റി ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. ലൈക്ക് എന്താണ് നീ പഠിക്കുന്നത്, നിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതൊക്കെ ചോദിച്ച് ലൈക്ക് ഒരു ചേട്ടൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാദർ ലൈക്ക് അതുപോലത്തെ ഒരു കെയറിലാണ്. അയാൾക്ക് ആൺമക്കൾ ലൈക്ക് 3 ആൺമക്കൾ മാത്രമേ ഉള്ളൂ, ലൈക്ക് പെൺമക്കളില്ല. ഇനി അതുകൊണ്ടാണ് എനിക്കറിയില്ല. അങ്ങനെ അയാൾ എൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ട് അയാൾ എനിക്കൊരു 5 പൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നു. എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നിട്ട് എനിക്കത് മനസ്സിലായില്ല, കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ജോബ് ചെയ്യാൻ പോലും സ്റ്റാർട്ട് ചെയ്തില്ല. പിന്നെ എന്തിനാണ് ഇയാൾ എനിക്ക് 5 പൗണ്ട് ഇട്ട് തന്നത് എന്ന് ഞാൻ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു അയാളോട് അതിൻ്റെ ആവശ്യമില്ല, ലൈക്ക് ഞാൻ ജോബ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഇല്ല നീ കാരണം എൻ്റെ സിറ്റുവേഷൻസ് അയാൾക്ക് അറിയാം, നമുക്കിവിടെ ജോബും കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ള കാര്യം. നീ ഫുഡൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് 5 പൗണ്ടിലല്ല 5 പൗണ്ട് കയറിയോ ഇല്ലേ എന്നുള്ളത് അവർ ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പം കയറി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ എനിക്ക്
£50 ലൈക്ക് 50 കൂടി ആളെൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നിട്ട് പറഞ്ഞു നീ ഫുഡെല്ലാം കഴിക്കുക. എനിക്ക് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുവാണ് ഇത്രയും നല്ല മനുഷ്യന്മാരും ഉണ്ട്, ലൈക്ക് എവറി കൈൻഡ് ഓഫ് ആൾക്കാരും ഇവിടെ ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യാതെ £50 എന്ന് പറയുന്നത് ആ സമയത്ത് വലിയ എമൗണ്ടാണ്. അങ്ങനെ ആരും നമുക്ക് ഫ്രീ ആയിട്ട് തരില്ല. എന്തെങ്കിലും അയാൾ എന്നോട് പറഞ്ഞു നീ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണ്, നീ പഠിക്കണം, അതായത് നീ ജോബും കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് കംഫർട്ടാക്കി. നിനക്ക് ഈ ജോബ് പറ്റില്ലെങ്കിൽ വേറൊരു ജോബിനെ സെറ്റാക്കി തരാം. എന്തെങ്കിലും അയാളുടെ വൈഫും ആൾക്കാരും ഒക്കെ ആ ഷോപ്പിൽ വരുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ അയാളുടെ മേടിച്ചിട്ട് കോൺടാക്ട് നമ്പർ മേടിച്ചിട്ട് എനിക്ക് കൂടുതൽ സ്ട്രെസ്സൊന്നും തരല്ലേന്ന് അയാൾ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വരെ. എനിക്കറിയില്ല അയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരാളാണ്, ആ ഒരു രാജ്യത്തിൽ നിന്നുള്ള ആളാണ്. പക്ഷേ എനിക്ക് ബിലീവ് ചെയ്യാനേ പറ്റിയില്ല. ലൈക്ക് എനിക്ക് ഇപ്പോഴും ആ ഒരു ഹാപ്പിനെസ് മാറുന്നില്ല. സോ ഈ ഒരാളെ ലൈക്ക് ഈ ഒരു മനുഷ്യനെ ഒരിക്കലും എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ആളാണ്. ബിക്കോസ് അങ്ങനത്തെ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിൽ എന്നെ അത്രയും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട്, ബിക്കോസ് എനിക്ക് പിന്നെ മന്ത്ലി എല്ലാ മന്തും എനിക്ക് £850 വെച്ചിട്ട് എല്ലാ മന്തും അയാൾ സെൻഡ് ചെയ്യും. ഈവൻ ഞാൻ ജോബിന് പോയാലും ഇല്ലെങ്കിലും, ഈവൻ എനിക്ക് എന്തെങ്കിലും പോകാൻ പറ്റാത്ത ഒരു ടൈം വന്നാലും അയാൾ പറയും നീ ഇരുന്ന് പഠിച്ചോ, നിനക്ക് ഞാൻ പൈസ സെൻഡ് ചെയ്ത് തന്നോളാം എന്ന് വരെ അയാൾ എൻ്റെ അടുത്ത് പറയും. സോ എനിക്കിപ്പോഴും അത് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. അയാളോടുള്ള റെസ്പെക്റ്റ്, ലൈക്ക് ഓൾവേസ് എൻ്റെ മനസ്സിൽ ഇയാളോട് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ ഇങ്ങനെ വേറെ ആൾക്കാരെ ലൈക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പം അതിനുള്ള ബ്ലെസ്സിങ്സ് ഇയാൾക്ക് വേറെ എവിടെന്നെങ്കിലും ഉറപ്പായിട്ടും കിട്ടും. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലൈക്ക് ഇതുപോലെ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ നമുക്ക് ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റും. അവർ കാരണം നമ്മളുടെ അടുത്ത് നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെയാണ് അവർ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നത്. സോ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിൽ ഹാപ്പിനെസ് ഒക്കെ കണ്ടുപിടിക്കുക. ലൈക്ക് അറിയാം ഹാപ്പി മൊമെൻറ്റ്സും അതേപോലെ സങ്കടമുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് നമുക്ക്, പക്ഷേ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് ദെൻ എല്ലാത്തിനും താങ്ക്ഫുള്ളായിട്ട് നമ്മൾ പോകണം. അപ്പോൾ ഗൈസ് നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമില്ലാത്തവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദെൻ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നാളെ ആരും അൺസബ്സ്ക്രൈബ് ചെയ്യരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം നെക്സ്റ്റ് ലൈക്ക് വെറൈറ്റി കൈൻഡ് ഓഫ് വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. ഈ ട്രാവൽ ചെയ്യുന്നതും ലൈക്ക് അതും ഇതൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ ബൈ.